ഗൈസ് ഇതൊരു കഷ്ടമാണ്. നോക്കി, ഞാൻ 2 ദിവസത്തിന് വേണ്ടി ഒന്ന് അത്യാവശ്യമായിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പോഴാണ് സാംസങ് ഇത് അവരുടെ സാംസങ് ഗാലക്സി F14 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് അയച്ചു തന്നിരിക്കുന്നത്. യെസ്, ഇത് സാംസങ് അയച്ചു തന്നിരിക്കുന്ന ഫോൺ തന്നെയാണ്. പക്ഷെ പൊക്കി പറയാനായിട്ട് എനിക്ക് കാശൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം നിർബന്ധമായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എംബാർഗോ സമയത്ത് മറ്റുള്ള വീഡിയോസ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ഇടണമെന്ന്. കൃത്യം 8 മാസം മുന്നെയാണ് നമ്മൾ സാംസങ് ഗാലക്സി F13 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തത്. അതിൻ്റെ പുതിയ പതിപ്പാണ് സാംസങ് ഗാലക്സി F14 ആൻഡ് ഇത് 5G ആണ്, മറ്റേത് 4G ഫോൺ ആയിരുന്നു. ആൻഡ് ഇതാണ് പെട്ടി കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ഇല്ലാത്ത സാധനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഞാൻ അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണുള്ളത് എന്ന് പറയുന്നില്ല. ഇപ്പോൾ LKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഈ ഫോണിൻ്റെ പെട്ടിക്കകത്തൊക്കെ എന്താ ഉള്ളതെന്ന് അറിയാം. ഈ സാധനം, ഇതിനകത്തുള്ള നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ ആൻഡ് നമ്മുടെ മെയിൻ ഐറ്റമാണ് ഫോൺ. സോ ഇതാണ് സ്മാർട്ട് ഫോൺ. ഞാൻ കാര്യമായിട്ട് ബീറോളൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. എൻ്റെ കയ്യിൽ അത്രമാത്രം ആക്സറീസ് ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല. എന്തായാലും എനിക്ക് ഈ പച്ച കളർ ഇഷ്ടമായി. ഈ പച്ചയുടെ പേര് രസമാണ് കേട്ടോ. ഈ പച്ചയുടെ പേരാണ് ഗോട്ട് ഗ്രീൻ. ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറയുന്ന ഗോട്ടില്ലേ, ആ ഗോട്ട് ഗ്രീൻ. ഇപ്രാവശ്യം ഇവരുടെ കളറുകളുടെ പേരൊക്കെ രസമാണ്. ഞാൻ വഴിയെ ബാക്കി പേരുകളൊക്കെ പറഞ്ഞുതരാം. എന്തായാലും ഗോട്ട് ഗ്രീൻ ആണ്. ബാക്കിൽ 2 ക്യാമറ മൊഡ്യൂൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു തിളക്കം കണ്ടില്ലേ. ഗ്ലാസ് ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഗ്ലാസ് അല്ല, പ്ലാസ്റ്റിക് ബാക്കാണ്. പക്ഷേ ടോട്ടൽ ഒരു റൗണ്ട് ഫീലാണ്, കണ്ടില്ലേ. മൊത്തത്തിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാനായിട്ട് സുഖമുള്ള റൗണ്ട് ഫീലിലാണ്. മുകളിൽ സെക്കൻഡറി മൈക്രോഫോൺ, താഴെ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, USB Type-C പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, അതേ സൈഡിലായിട്ട് വോളിയം റോക്കറും പിന്നെ ഫിംഗർ പ്രിൻറ്റ് ബട്ടണും ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. ഈ സൈഡിലായിട്ട് സിം ട്രേ വരുന്നുണ്ട്. ആൻഡ് അത്രമാത്രമാണ് ഇതിൻ്റെ ഔട്ടർ ഓവർവ്യൂ. യെസ്, ഫോണിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു LCD സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് 90 ഹെർട്സിൻ്റെ, കണ്ടില്ലേ, 90 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് കേട്ടോ. സോ 60 to 90 സ്വിച്ച് ചെയ്യുന്ന 90 ഹെർട്സിൻ്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം 60 ആയിരുന്നു തോന്നുന്നു. സോ അത് മാറ്റിയിട്ടുണ്ട്. 90 ഹെർട്സിൻ്റെ LCD പാനൽ. PLS LCD സ്ക്രീനാണ് എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്തായാലും ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യം കൊള്ളാം കേട്ടോ. നമുക്കത് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവുന്നുണ്ട് സ്ക്രീൻ. മുകളിലായിട്ട് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. എനിക്ക് ഒരു കാര്യം അറിയാൻ ഭയങ്കര കൗതുകമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളൊരു ഫോണിൽ വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ഇങ്ങനെ നോച്ച് ഡിസ്പ്ലേ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഇങ്ങനൊരു ഫീലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണുമ്പോഴേക്കും അങ്ങനെ തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. സാംസങ്ങിൻ്റെ ട്യൂണിങ്ങും ആ ഒരു വിവിഡ്നെസ്സും ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഡീസൻറ്റ് ഡിസ്പ്ലേ. ഇനി ഇപ്രാവശ്യം പെർഫോമൻസ് വൈസ് ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്, ഇതിനകത്ത് Exynos 1330 എന്ന് പറഞ്ഞ പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 1330 എന്ന് പറഞ്ഞ 5nm പ്രോസറാണ്. ഇതിൻ്റെ AnTuTu സ്കോർ ഏകദേശം 4.1-4.2 ലക്ഷത്തോളം വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് പോയിൻ്റ് ഓർക്കണം. ആ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് 4.1-4.2 ലാക്സ് കിട്ടുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ നമ്മൾ കണ്ടായിരുന്നു ഏകദേശം 30K പ്രൈസ് പോയിന്റ് വരുന്ന സ്മാർട്ട് ഫോൺസിലും 4.2, 3, 4, 5 ഒക്കെ ലക്ഷം സ്കോർ വരുന്ന സ്മാർട്ട് ഫോൺസിനെ കൊള്ളാം, അടിപൊളിയാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടായിരുന്നു. ബട്ട് ഇത് കറക്റ്റാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ 4.1 ലാക്സ് എന്ന് പറയുന്നത് ജസ്റ്റിഫയബിളാണ്. പിന്നെ ഇതിനകത്ത് 4GB RAM, 6GB RAM ഓപ്ഷൻസ് വരുന്നുണ്ട്. LPDDR4X RAM ആണ്. ആൻഡ് സ്റ്റോറേജ് UFS 2.2 ആണ്. 128GB സ്റ്റോറേജ്. സത്യമായിട്ട് ഇത് 30,000 ഫോണല്ല. ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു F13 സ്മാർട്ട് ഫോണിൽ eMMC 5.1 സ്റ്റോറേജ് എന്തോ ആയിരുന്നു, അത് UFS 2.2 ആക്കിയിട്ടുണ്ട്. അതൊരു അപ്ഗ്രേഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ 4G ഫോണായിരുന്നു, ഇത് 5G ഫോണാണ്. 13 5G ബാൻഡുകൾ കിട്ടുന്നുണ്ട്. സോ സാംസങ് ആ ഒരു കാര്യത്തിൽ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊരു പ്രൈസ് റേഞ്ചിലായാലും ഈ ഒരു 5G ബാൻഡുകളുടെ എണ്ണം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. സോ 5G ഫോണാണ്, അത്യാവശ്യം ബാൻഡുകളെല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ F13 കണ്ടൊരു വലിയ കാര്യമാണ് 6000 mAh ബാറ്ററി. അത്രമാത്രം ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോണായിരുന്നു ഇത്. പക്ഷേ ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കുറച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതിനകത്തും 6000 mAh ബാറ്ററി ഉണ്ട്. ഒരു കാര്യം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടൈം എന്തോ 15 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്രാവശ്യം 25 വാട്ട് വരെയുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 25 വാട്ടിൻ്റെ PD ചാർജർ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ USB Type-C to Type-C കേബിൾ ഓൾറെഡി ബോക്സിലുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 25 വാട്ടിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറ സെക്ഷനിൽ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ശ്രദ്ധിച്ചു കാണണം. കഴിഞ്ഞ കൊല്ലം 3 ക്യാമറ ഉണ്ടായാലും ഇക്കൊല്ലം എന്തുപറ്റി 2 ക്യാമറ ആണ്. എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ലാസ്റ്റ് ഇയർ ഒരു പ്രൈമറി ക്യാമറയും ഒരു അൾട്രാ വൈഡും ഒരു ഡെപ്ത് സെൻസറും ആയിരുന്നു. ഇപ്രാവശ്യം 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. അൾട്രാ വൈഡ് ഇല്ല.
50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയിൽ എടുത്ത ഫോട്ടോ സാമ്പിൾസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫോട്ടോ സാമ്പിൾസ് ആ ഈ ഒരു പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം കൊള്ളാമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. വീഡിയോ നിങ്ങൾക്ക് 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ മാക്സിമം എടുക്കാനായിട്ട് പറ്റും. പിന്നെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഈ മുന്നിൽ കാണുന്ന ഡ്രോപ്പ് നോച്ചിനകത്തുള്ള സെൽഫി ക്യാമറ ഇല്ലേ, സെൽഫി ക്യാമറ ലാസ്റ്റ് ഇയർ 8MP ആയിരുന്നു, ഇപ്രാവശ്യം അത് 13 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ആൻഡ് സെൽഫീസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പൊതുവേ സാംസങ് സെൽഫീസ് ആർ നൈസ്. ആ ഒരു നൈസ് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യവും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഇത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും പറ്റും. കുഴപ്പമില്ല. പിന്നെ വേറൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സംഭവം ആൻഡ്രോയിഡ് 13 ആണ്, 1UI കോർ വെർഷനാണ്, 1UI കോർ 5.1 ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആക്ച്വലി അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ 2 വർഷത്തെ രണ്ട് ടൈംസ് നിങ്ങൾക്ക് ഇതിൻ്റെ OS അപ്ഡേറ്റ് കിട്ടും. സോ 13 അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് 14ഉം 15ഉം ലഭിക്കും. ആൻഡ് 4 വർഷം വരെ നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കിട്ടും. സോ അത് ഒരു നല്ല കാര്യമാണ്. ആൻഡ് സാംസങ് നോർമലി അപ്ഡേറ്റ്സ് പറയുവാണെങ്കിൽ പറയുന്നത് പോലെ കൃത്യമായിട്ട് സമയത്ത് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. ഏത് സാംസങ് സ്മാർട്ട് ഫോൺസ് എടുത്ത് നോക്കിയാലും. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്നത് ഇസ് എ ഗുഡ് തിങ്. പിന്നെ 1UI കോർ ആണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് നോക്സ് സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്യൂർ ഫോൾഡർ പോലത്തെ ഫീച്ചേഴ്സ്. പിന്നെ ഇപ്രാവശ്യം അവർ സാംസങ്ങിൻ്റെ വാളറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ സാംസങ് വാളറ്റ് എന്ന് പറയുന്ന സാധനം, ഈ സാംസങ് വാളറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിവൈസുകളിലൊക്കെ നിങ്ങൾക്ക് ഈ കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെക്കുക. NFC ഉള്ള ഫോണുകളിൽ, അതേപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇതിനകത്ത് ടാപ്പ് ആൻഡ് പേ അഥവാ NFC പരിപാടി ഇല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് സാംസങ് പേ മറ്റേ ഈ മിനി പരിപാടിയാണ് ഉള്ളത്. പ്ലസ് ബ്ലോട്ട് വേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ ചെയ്ത് നോക്കുന്നൊരു പരിപാടിയാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ചും ഫോണുകൾ ഇനിഷ്യലി നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നെറ്റ് കണക്ട് ചെയ്യരുത്. നെറ്റ് കണക്ട് ചെയ്യാതെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഇൻസ്റ്റാൾ ആയി വന്നേക്കുന്ന ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നെറ്റ് കണക്ട് ചെയ്ത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് കുറേ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആകും. ഇതിലിപ്പോൾ ബൈ ഡിഫോൾട്ട് സാംസങ്ങിൻ്റെ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലാതെ മൈക്രോസോഫ്റ്റിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, സ്പോട്ടിഫൈ, പിന്നെ എന്താ പറയുക സാംസങ് മാക്സ്, സ്നാപ്ചാറ്റ്, ട്രൂ കോളർ. സോ സാംസങ്ങിൻ്റെ അല്ലാത്തതായിട്ട് സ്നാപ്ചാറ്റ്, ട്രൂ കോളർ, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, ഫേസ്ബുക്ക്, ഇത്രയും ആപ്ലിക്കേഷൻസാണ് നെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ വരുന്നത്. ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ആവുമായിരിക്കും. പക്ഷേ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതാണ്. പേരുകളുടെ കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഗോട്ട് ഗ്രീൻ ആണെന്ന് പറഞ്ഞില്ലേ. പിന്നുള്ളത് ബേ പർപ്പിൾ എന്ന് പറഞ്ഞൊരു പേർപ്പിൾ കളറും. പിന്നെ നമുക്കുള്ളത് OMG ബ്ലാക്ക്. ഓ മൈ ഗോഡ്, ബ്ലാക്ക്. ഒഫീഷ്യൽ പ്രൈസിങ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടെ എത്രയാണ് ഒഫീഷ്യൽ പ്രൈസിങ് എന്ന്. ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി 15K ഫോൺ. 15,000 റുപ്പീസിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്ന ഒരു ഫോണായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 15,000 പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കൊള്ളാവുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു നോർമൽ യൂസർ, അതായത് ഇപ്പോൾ കാര്യമായിട്ട് ഗെയിമിംഗ് ഒന്നും കളിക്കുന്നില്ല, എനിക്ക് വാട്സപ്പും ഫേസ്ബുക്കും സ്നാപ്ചാറ്റ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ഇന്ത്യൻ ഫോൺ വേണം, സാംസങ് ഫോൺ വേണം എന്നൊക്കെ പറയുന്നവർക്ക്, എനിക്ക് 5G ഫോൺ വേണം, 15 രൂപയ്ക്ക് മുടക്കാൻ പറ്റുള്ളൂ, അത്യാവശ്യം നല്ല ക്യാമറ ഒക്കെ വേണം എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക്, F13 ഒക്കെ എടുക്കാൻ പോകുന്നവർക്ക് നല്ലൊരു അപ്ഗ്രേഡാണ് F14. സ്റ്റിൽ പ്രൈസ് ഐ എം നോട്ട് ഷുവർ, 15,000 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആഡ് ചെയ്ത് വെക്കാം. പക്ഷേ F സീരീസിൽ കേട്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ഇപ്പോഴും എനിക്കിഷ്ടപ്പെട്ടൊരു ഫോൺ എന്ന് പറയുന്നത് F62 എന്ന് പറയുന്ന സാധനം ഇറങ്ങിയിട്ടുണ്ട്. F62, അതെ F62, പിന്നെ F41, നല്ല ഈ ആംബുലറ്റ് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് അതൊക്കെ ഒരു കിടിലം ഫോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂട്യൂബിൻ്റെ പ്രോഡക്റ്റ് ടാഗിങ്ങിലൊക്കെ ആ ഒരു ഇതൊക്കെ അവൈലബിൾ ആണെന്ന് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സംഭവം അതൊക്കെ നൈസ് ഫോൺസ് ആയിരുന്നു. എന്തായാലും ഇത് ഇറ്റ്സ് എ ഡീസൻറ്റ് ഫോൺ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ സാംസങ് ഗാലക്സി F14 5Gയുടെ വീഡിയോ. പിന്നെ നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതില്ല, S23 അൾട്രയുടെ ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യണം. ഈ സ്മാർട്ട് ഫോണിൻ്റെ മൂൺ ഫോട്ടോസിനെ കുറിച്ച് കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ വന്നായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം പല പ്രമുഖ ഇംഗ്ലീഷ് ചാനലുകളും അത് തന്നെ പോസ്റ്റ് ചെയ്തു. അത് ഞാൻ അതിൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഞാൻ ആക്ച്വലി അത് റെഡിറ്റിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെർഷൻ ട്രൈ ചെയ്തിട്ടാണ് അതിൽ ഞാൻ നോക്കിയത്. വെച്ചാൽ റെഡിറ്റ് യൂസർ നൈറ്റിൽ മാത്രമേ നോക്കിയത്. ഇപ്പോൾ ഞാൻ ഡേ ടൈമിലും നൈറ്റ് ടൈമിലും സണ്ണിനെയൊക്കെ സൂം ചെയ്തൊക്കെ നോക്കിയായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഇടാം കേട്ടോ, കണ്ടു നോക്കാം. കുറേയധികം ആൾക്കാർ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട ആളുടെ വീഡിയോ കോപ്പി ചെയ്താണ് 2 ദിവസം മുന്നിട്ടെന്ന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോ എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ.